ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് സോഷ്യൽ മീഡിയ ഒട്ടടങ്കം ഇന്ന് ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് അതിനെപ്പറ്റി എല്ലാം വിശദമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, മറ്റേ ആരവെന്ന് പറഞ്ഞ് പണ്ട് ഡോക്ടറിന് ഒരു പണിയും കൊടുത്ത് മുങ്ങിയവൻ, അവൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ തള്ളുന്നുണ്ടിരുന്നു. അവനെ കൊണ്ട് ഇപ്പോഴത്തെ ഇപ്പോൾ മെയിൻ സ്ട്രീം എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നമ്മുടെ ഒരു ഇത്തവണത്തെ ബിഗ് ബോസിനകത്ത് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ലേഡി സൂപ്പർ സ്റ്റാറിനെ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഒക്കെ വിറ്റോണ്ടിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വീഡിയോ ചെയ്ത് വിറ്റോണ്ടിരുന്ന ഒരു സുന്ദരനാണ് ഈ ആരവിനെ കൊണ്ട് ഈ പരിപാടിയൊക്കെ ഡോക്ടറിനെതിരെ ചെയ്യിപ്പിച്ചതെന്നൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഈ ആരവ് ഒരു വീഡിയോ ഒക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പൊ അതിനകത്തോട്ടൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. അതും ഈ റോബിന്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയാണ്. അപ്പോ ഒരു ചേട്ടൻ, അപ്പൊ ആ ചേട്ടനെ പറ്റി ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ എന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു യൂട്യൂബറിനെ പറ്റി പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ചെയ്തിരുന്ന വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇട്ട ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടത്. ഇന്നലെ രാത്രിയിലാണ് ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ, ഇന്ന് രാവിലെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇന്നലെ രാത്രി ഞാൻ ചെയ്തതിന് ശേഷം ഈ ചേട്ടന്റെ ഈ യൂട്യൂബിലുള്ള ബാക്കി പഴയ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ചുമ്മാ ഇരുന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഒരു വീഡിയോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. എടാ, അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇവനെ പറ്റി ഞാൻ ഇപ്പൊ നല്ലത് പറഞ്ഞതല്ലേ, ഞാനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്തപ്പോ ഇയാളെ പൊക്കിയൊക്കെ പറഞ്ഞതല്ലേ, അടുത്ത വീഡിയോയിൽ ഇനി ഇവനെ തെറി പറയണമല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചടേ, ഉള്ള കാര്യം പറയാലോ, അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോവുക. കാരണം അത് ഈ ഡോക്ടർ റോബിനെ സംബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഡോക്ടർ റോബിൻ എന്ന് റോബിനെ ഈ പറഞ്ഞ ഒരു യൂട്യൂബറിന്റെ കാര്യം പറഞ്ഞല്ലോ, റോബിനെ താങ്ങുന്ന ഒരുത്തൻ, താങ്ങിന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കൊടുത്തൊരുത്തൻ. അപ്പൊ അവനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇയാൾ പറയുന്നത്. അതിനകത്ത് നമ്മുടെ ഇത്തവണത്തെ സിജോ സംബന്ധമായി എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഈ ഒരു വീഡിയോയിലൊക്കെ. ഞാൻ അതൊന്നും വെക്കുന്നില്ല, നേരെ മറിച്ച് ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ യൂട്യൂബറിനെ റോബിനിട്ട് പണി കൊടുത്തു എന്ന് പറയുന്ന ആ യൂട്യൂബറിനെ പറ്റി ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ള കാര്യം കേട്ടോ. ഞാൻ ഇയാൾ പറഞ്ഞ എല്ലാത്തിനോടൊന്നും മറ്റേ ഒപ്പോസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അദ്ദേഹം കുറെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതിനകത്തൊരു ചെറ്റ വർത്താനം ഈ സുന്ദരൻ പറയുന്നുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചാൽ, എന്നിട്ട് അവനുള്ള നമുക്ക് കൊടുക്കാൻ കേട്ടെ. എന്നെക്കാട്ടിലും കുറച്ച് മൂത്തതാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അധികം തെറിയൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പാവപ്പെട്ടോ, നമ്മൾ തെറി പറയാനൊക്കെ ആയോ? ഇല്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ചേട്ടന്റെ പേരെന്ന് പറഞ്ഞ സാൻഡ് റിയാക്ഷൻ എന്നാണ് ഈ യൂട്യൂബ് ചാനലിന്റെ പേര്. 72,000-74,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അത്ര ഉള്ളൊരു ചേട്ടന്റെ ഞാൻ ബാക്കിയെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്, നമുക്ക് പറയാം, വിശദീകരിക്കാം. ആദ്യം ഇയാൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണേ. 6-ൽ, അതായത് മറ്റാരെയും കുറിച്ചല്ല, ജാസ്മിൻ ജാഫറെ കുറിച്ച്. ജാസ്മിൻ ജാഫറുടെ ഗെയിമിനെ കുറിച്ചൊന്നും ഞാൻ പോസിറ്റീവ് ഒന്നും പറയുന്നില്ല. ഞാനും വ്യക്തിപരമായിട്ട് എനിക്കും വലിയ താല്പര്യമില്ലാത്ത ഗെയിമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെ ബിഗ് ബോസിനകത്തെ ഗെയിം. പുറത്ത് അവരുടെ കാര്യം എന്തെങ്കിലും സോഷ്യൽ മീഡിയ വരുവാണെങ്കിൽ അഭിപ്രായം പറയാനല്ലാതെ പുറത്ത് അവരുടെ ലൈഫ് എനിക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ മറ്റേ ചേച്ചി തെറി വിളിക്കുന്ന പോലെ എന്നെ വല്ല തെറി വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിവാദമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവർ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാന്നല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്നവരെ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കളിച്ച് രസിക്കുന്നവരെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അവരുടെ ലൈഫ് നോക്കി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്നാൽ ഒരു മച്ചാനുണ്ട്, ഒരു മണ്ടനാണവൻ. അവൻ്റെ കാര്യം പറഞ്ഞാൽ ബഹുരസമാണ്. ഞാൻ ഈ സിജു ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്നവനാണ്. അതായത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെക്കുറിച്ച് ഇങ്ങനെ ഡീഗ്രേഡ് എന്നല്ല, നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഒരു പണി അവനില്ല. രാവിലെ അവൻ എണീക്കുന്നു, മൊബൈലോ ക്യാമറ എന്തോ ഓണാക്കി വെക്കുന്നു, ഒരു തൊപ്പി ഇട്ടിട്ട് ഇരുന്ന് ഇങ്ങനെ പറയുകയാണ്, ജാസ്മിൻ ജാഫർ അത് ചെയ്ത് കണ്ടോ, ജാസ്മിൻ ജാഫർ ഇത് ചെയ്ത് കണ്ടോ. എന്നിട്ട് പിന്നെ അവൻ പുറത്തെ സംഭവങ്ങൾ കൂടി കണക്ട് ചെയ്തു. ഇവന് പരിചയമില്ലാത്ത ഒരു യൂട്യൂബേഴ്സും കേരളത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ടും ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, ഇവൻ പരിചയമുള്ള ആൾക്കാരുടെ എല്ലാം യൂട്യൂബേഴ്സിലേക്ക് ഇവൻ ഫോൺ വിളിക്കും. എന്നിട്ട് അവരുടെയൊക്കെ ഫോൺ റെക്കോർഡ്സ് ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം ഓരോ സമയത്തും ഇവനെടുത്ത്. അപ്പൊ ഈ ചേട്ടൻ ആരെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ ആ വ്യക്തിയുടെ പേരൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഈ ചേട്ടൻ പറയുന്ന ഉള്ള കാര്യം തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ചേട്ടൻ പറയുന്നതിന് മുമ്പ് എന്റെ പഴയ വീഡിയോകളൊന്ന് പോയി നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒരു വ്യക്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ജാസ്മിൻ ജാഫർ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിയുമ്പോഴത്തേക്ക് ജാസ്മിൻ ജാഫർ, രാത്രി ഡിന്നർ കഴിയുമ്പോൾ ജാസ്മിൻ ജാഫർ, ഇങ്ങനെയാണ് ജാസ്മിനെ പറ്റി ഇവൻ വീഡിയോ ഇട്ടോണ്ടിരുന്നത്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, അവിടെ വേറെ ആരും ഇല്ലേ? വേറെ ആരെയും പറ്റി എന്താ ഇവൻ വീഡിയോ ഇടാത്തത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവനെന്താ വേറെ ആരെയും പറ്റി വീഡിയോ ഇടാത്തത്? ഞാനും ഒക്കെ ചെയ്യാറുണ്ട് ജാസ്മിനെ പറ്റി. പുള്ളി പറഞ്ഞാണെങ്കിൽ എനിക്കും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന അതിനകത്ത് ഗെയിം കളിച്ചോണ്ടിരുന്ന ആ വ്യക്തിയോട് ഒരു താല്പര്യമില്ല. ഞാനും ഇഷ്ടംപോലെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ജാസ്മിനെ മാത്രം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിമർശിക്കാൻ ഇരുന്നിട്ടില്ല. നമ്മളൊക്കെ വേറെ ആൾക്കാരെ വിമർശിക്കും. ഞാൻ ജാസ്മിനെ വിമർശിച്ചിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ കേരളത്തിന്റെ മലപ്പുറത്തിന്റെ ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ വിമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ റസ്മിൻ ബായിയെ ഞാൻ വിമർശിക്കാറുണ്ട്. എല്ലാവരെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്.
നല്ലത് കണ്ടിട്ടുള്ള വ്യക്തിയെ നല്ലതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജാസ്മിൻ ജാഫറിന്റെ വരെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് സ്ഥിരം കാണുന്നവർക്ക് അറിയാം, ഞാൻ എല്ലാം നല്ല ഉള്ള പോലെ ഞാൻ കാര്യം പറയാനുണ്ട്. പക്ഷേ ഈ എണ്ണം പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ അവനാ കാണിക്കുന്നത്, അവൻ ഈ ചുമ്മാ ഇവളെ തന്നെ വിറ്റ് മറ്റേ കാറ്റുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കേസ്, ഞാനും അത് പറഞ്ഞു. അത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട്. അതുപോലെ തന്നെ ഈ വോയിസ് റെക്കോർഡ്, അത് പുള്ളി പറയുന്നതാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് അത് പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ പുള്ളി ഒന്നും പ്രൂഫ് ഒന്നും കാണിക്കുന്നില്ല, പുള്ളി ഇരുന്ന് അങ്ങ് പറയുക. ഞാനിപ്പോ ഇയാളെ പറ്റി ഈ സാധനം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇയാളുടെ വീഡിയോ തന്നെ പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ? ഇയാൾ ഇതിനകത്ത് പറയുന്നതിനകത്ത് ഒരു പ്രൂഫും ഇല്ല, ചുമ്മാ ഇരുന്നെങ്കിൽ പറയുക. അത് പോട്ടെ, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ വേറൊരു കാര്യം ഇതിനകത്ത് ഇയാൾ പറയുന്നുണ്ടോ? അതാണ് എനിക്ക് അങ്ങോട്ട്, അത് എന്താണ് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരാനുള്ള ഒരു കാരണം. അത് വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ബാക്കിയും കൂടെ കാണും. മാത്രമല്ല ഈ പറഞ്ഞ പലരുമായിട്ടും ഇവന് ഇതായ ഇടപാടാണ്. സീസൺ 4 മുതലാണ് ഇവന്റെ നിഴൽവട്ടം നമ്മൾ യൂട്യൂബിൽ കണ്ടു തുടങ്ങിയത്. സീസൺ 4 വലിയ സ്റ്റാറായിട്ട് പുറത്തിറങ്ങിയ റോബിൻ രാധാകൃഷ്ണൻ്റെ കൂടെ മണപ്പിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മാനേജറാണ് ഞാൻ, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മണപ്പിച്ച് നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവനെ ഈ റോബിൻ രാധാകൃഷ്ണൻ തന്നെ ചവിട്ടി പുറത്താക്കി. കാരണം ഇവന്റെ ആവശ്യങ്ങളും ഇവന്റെ കാര്യങ്ങളൊക്കെ കൂടി വരിക. ബിഗ് ബോസിൽ കയറുക എന്നുള്ളതാണ് ഇവന്റെ മെയിനായിട്ട് ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി കുറേ കണ്ട് പുറകെ നടക്കുകയോ എന്തൊക്കെയോ ചെയ്ത് ഇവനെ കൊണ്ട് സ്വൈര്യക്കേടായപ്പോൾ റോബിൻ തന്നെ ഇവനെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ പിന്നെ ഈ റോബിന് കൂടെ നടന്നപ്പോൾ കുറേ ഓഡിയോയും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒളിവിലുള്ള പരിപാടിയാണ് പിന്നെ മെയിൻ ഈ ഒളിയുദ്ധം. ആ സാധനങ്ങളൊക്കെ ഇവൻ മറ്റ് ചില ഇവിടുത്തെ പ്രമുഖ യൂട്യൂബേഴ്സിനൊക്കെ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരെ കൊണ്ട് ആ വോയിസ് ക്ലിപ്പ് ലീക്ക് ചെയ്യിപ്പിക്കുക, ആ വീഡിയോ ലീക്ക് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടി ചെയ്ത് ഈ റോബിനെ മാക്സിമം താറടിച്ച് കാണിച്ച് അങ്ങനെ അതങ്ങോട്ട് പോയി. സീസൺ 5 ഇതേപോലെ ഇറങ്ങിയ ആൾക്കാരെ പുറകെ മണപ്പിച്ചാണ്ട് പോയി. എന്നെ കൂട്ടുമോ, ഞാൻ കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് വേറൊരു പണിക്ക് പോകത്തില്ല. ഇതാണ് അവൻ്റെ മെയിൻ പണി. തൊപ്പിയും ഇട്ടിട്ട് ആരെങ്കിലും പുറകെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മണപ്പിക്കുക. അങ്ങനെ സീസൺ 4 ഈ റോബിൻ്റെ അനുഭവം പലർക്കും അറിയാവുന്നതുകൊണ്ട് സീസൺ 5 ആരും ഇവനെ അടുപ്പിച്ചില്ല. അങ്ങനെയാണ് ഇവർ സീസൺ 6 എത്തുന്നത്. സീസൺ 6 എന്താക്കി, തുടങ്ങുന്നതിന് മുമ്പേ ഈ ജാസ്മിൻ ജാഫറുടെ കൂടെ അങ്ങ് കൂടി. ജാസ്മിൻ ജാഫറുടെ കൂടി ഒരു ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അവരുടെ വീട്ടുകാരായിട്ട് കമ്പനി ആവുന്നു, അങ്ങനെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫോൺ വിളികൾ നടത്തുന്നു, ഇതെല്ലാം ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ജാസ്മിൻ ഇതിനകത്താക്കം കയറി. ജാസ്മിൻ്റെ ഗെയിം അവിടെ നെഗറ്റീവാണ്, പുറത്തുള്ള ആളുകൾക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ അങ്ങ് പ്ലേറ്റ് മാറ്റാൻ തുടങ്ങി. അതാണ് ഈ കൂട്ടത്തിൽ കൂടാൻ പറ്റാത്തവനാണ് അവൻ. കൂട്ടത്തിൽ കൂടി ഇങ്ങനെ ഇരുന്ന് എല്ലാം വാച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എടുത്ത് അത് പുറത്ത് വിട്ട് ജീവിക്കുന്ന ഒരു മലപ്പാട്. ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരുപാട് ആരാധകരൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഈ ഓഡിയോ ലീക്കാക്കി വരുമെന്നോർത്ത് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ അവൻ്റെ ആരാധകരുണ്ട്. പണ്ട് ഈ സീസൺ 6 തുടങ്ങുന്നതിന് മുമ്പ് അവൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഒരു മനുഷ്യനും അവൻ്റെ വീഡിയോ കാണാനില്ല. വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവനും അവൻ്റെ വേറെ ഏതെങ്കിലും 2 മൊബൈലിനടുത്ത് കാണുന്നത് ഒരു മനുഷ്യനും കാണുന്നില്ല. ഈ ഒരു കാര്യത്തിലാണ് ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സാധനമില്ലേ, അവിടെയാണ് എനിക്ക് പൊളിഞ്ഞത്. കാരണം എന്തെന്നാണെന്നറിയോ? ഈ പറയുന്ന ഈ സുന്ദരൻ, ഈ സാൻഡറിയാക്സ്, ഇവൻ മറ്റേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യമേ ഇവന്റെ വീഡിയോയ്ക്ക് എല്ലാം മറ്റേ 100K 200K 300K അല്ല ഇങ്ങനെയായിരുന്നോ ചേട്ടന് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്? അല്ല അറിയാൻ പാടില്ല. അല്ല ചേട്ടൻ അങ്ങനെയാണല്ലോ പുച്ഛിക്കുന്നത്. അവൻ ആദ്യമേ വീഡിയോ ചെയ്തപ്പോൾ ഒന്നും ഇല്ലായിരുന്നു, അവൻ ഇപ്പൊ ചെയ്തപ്പോഴാണ് ഉണ്ടായത്. ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ചേട്ടൻ ഉണ്ടായിരുന്നോ? ചേട്ടന്റെ ഞാൻ കുറച്ച് കാര്യങ്ങളോടെ കാണിച്ചു തരട്ടെ. 72,000 എങ്ങാണ്ട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ ചേട്ടന്. എന്നിട്ട് ചേട്ടന്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരട്ടെ. എന്നിട്ട് ഈ കുറ്റം പറയുന്ന തനിക്കും കൂടെ ഇച്ചിരി ഉളുപ്പുണ്ടാവണോടോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മൾ ആരും നീറ്റൊന്നും അല്ല, സമ്മതിച്ചു. പക്ഷെ താൻ ഈ പറഞ്ഞത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു കൊട്ട. എനിക്കൊക്കെ 20,000 പേരേ ഉള്ളൂ. ആ 20,000 പേര് വെച്ചിട്ട് ഞാൻ 42, 32, ചിലപ്പോൾ 18, ചിലപ്പോൾ 2,000 ഇതൊക്കെയാണ് നമുക്ക് വ്യൂസ് കിട്ടുന്നത്. മതി, നമുക്കുള്ളത് വെച്ച് നമ്മൾ കിട്ടുന്നുണ്ട്, മതി. നമ്മളൊക്കെ ഇപ്പോഴാണ് നമ്മുടെയൊക്കെ വീഡിയോ കുറച്ച് കാണാൻ തുടങ്ങിയ ആൾക്കാർ. അത് ഈ ബിഗ് ബോസ് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്റെ എങ്ങനെ കാണാൻ തുടങ്ങിയത്? തനിക്ക് 72,000 ഇല്ലേ? ഞാൻ 1-2 കാര്യങ്ങളോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം. ഈ വർത്താനം പറഞ്ഞവന്റെ ഒരു കാര്യമാണ്. ഇവന്റെ വ്യൂസ് കഴിഞ്ഞ ദിവസങ്ങളുള്ള 12 ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയുടെയാണ് 1.1K. 72,000 74,000K ഫോളോവേഴ്സ് ഉള്ള ഒരുത്തന് 1.5K 7.3K 1.9 4.9 ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടതോ അവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കയറിയിട്ടില്ല. ഇതപ്പോ അസൂയാണ്, എനിക്ക് അറിയാൻ പാടില്ല. താൻ ബാക്കിയുള്ളവരെയൊക്കെ കുത്തുന്നോണ്ട് ഞാൻ ചോദിച്ചതാ. അടുത്തത് എന്താ വീക്ക് ബോളിംഗ് അനാലിസിസ്, അതിനൊരു 16K. പിന്നെ 3, 5, 3, 6, 2 മറ്റേ സീക്രട്ട് ഏജന്റ് വേഴ്സസ് അഖിൽമാരാണ്. ഇതൊക്കെ അവൻ ഇട്ടതാ. പട്ടി ഷോ അൾട്ടിമേറ്റ്. താനും തമ്മിലെല്ലാം ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ 6.5. ഇതൊക്കെ അപ്പം താൻ രൂപ താൻ ഈ കഴിഞ്ഞ അതിന്റെ മുന്നത്തെ 3.8 3 ദിവസം മുന്നേ ഉള്ളതിന് 3.4 7.7 1.7 പിന്നെ ഒരു 13 ഉണ്ട്. ഇന്നലെ അതായത് വോയിസ് റെക്കോർഡ് കച്ചവടം, ഇതാണ് ഞാൻ ആദ്യം ഈ ചേട്ടനെ കാണുന്നത്. ഇത് കണ്ടപ്പോഴൊക്കെയാണ് ഞാൻ അറിയുന്നത് ഇയാൾ ഇതിനകത്ത് ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളുടെ ഒരു പ്രസന്റേഷൻ രീതി, അടിപൊളിയാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇൻസ്റ്റയിൽ ഇയാളെ നന്നായിട്ട് അറിയാം. ലൈക്ക് വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാ.
പക്ഷെ ഇവിടെ ഇന്നലത്തെ ഒരു വീഡിയോ 31K. അതിന് മുമ്പുള്ള വീഡിയോയുടെ ഒക്കെ നിങ്ങളൊന്ന് നോക്ക്. ഈ ഇവനാണ് വന്നിരുന്നത്. അത് 72,000. എന്താ ഞാൻ ഇവിടെ കാണിച്ചു തരാം. സാൻഡ്രിയാക്സ് 76.4K. 76,000 പേര് സബ്ബുള്ള ചാനല. എന്താ ചേട്ടൻ എന്താ ഇത്ര റീച്ച് കിട്ടാത്ത? ചേട്ടൻ എന്നിട്ട് എങ്ങനെയാ റീച്ച് കിട്ടിയത്? ഇന്നലെ മറ്റേ വോയിസ് റെക്കോർഡ് കച്ചവടം എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടപ്പം താനും ഇതൊക്കെ തന്നെ അല്ലേടോ ചെയ്യുന്നത്? അല്ല, താൻ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? താൻ പിന്നെ എന്നിട്ട് മറ്റുള്ളവരെ മറ്റേ ഒരു ആദ്യമേ അവൻ വീഡിയോ ഇട്ടപ്പോ ഒന്നും ഇല്ലായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോൾ ആള് കാണാനില്ല. ഒരുത്തരും കാണാനില്ല. ഞാനിപ്പോ ഇട്ടാലും കാണാനില്ല. കാരണം ആൾക്കാർക്ക് വേണ്ട എന്തെങ്കിലും കോൺട്രവേഴ്സികളാ. അതുകൊണ്ടാണ് ഓരോരുത്തർ ഇതിന്റെയൊക്കെ പുറകെ പോകുന്നത്. താൻ എന്തിനാ ഇതിന്റെ പുറകെ ഇപ്പൊ പോയിരിക്കുന്നത്? താൻ ഈ വീഡിയോയിലോ ഇതിന്റെ മറ്റേ വോയിസ് റെക്കോർഡിന്റെ വീഡിയോ താൻ പറയുന്നുണ്ടല്ലോ, ഇനി അങ്ങോട്ട് സ്ഥിരം താൻ ഇതേപോലത്തെ കുറെ സാധനങ്ങൾ താൻ അങ്ങോട്ട് അഴിച്ചു വിടാൻ വരുവാന്ന്. താൻ എന്തിനാ അത് ചെയ്യാനിരിക്കുന്നത്? ആൾക്കാർ അത് കാണാനുള്ളതുകൊണ്ട് അല്ലേ? അപ്പൊ താൻ മറ്റുള്ളവരെ മറ്റേ ഊച്ചിയാക്കുന്ന പരിപാടിയില്ലേ? താൻ വലിയ സെറ്റപ്പ് അതങ്ങ് വിട്ടുകളാണ കേട്ടാ. അപ്പൊ ഞാൻ ഇതേ കണക്കത്തെ വർത്താനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേ കണക്ക് തന്റെ പഴയ കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരും. തനിക്ക് കിട്ടുന്ന വ്യൂസും തേങ്ങയൊക്കെ എന്ന് വെച്ച് കാണിക്കുന്ന എനിക്കൊക്കെ മറ്റേ കൊട്ടക്കണക്കിനുണ്ടെന്ന് ഞാനിവിടെ പറയുന്നില്ല. എനിക്കൊക്കെ കണക്കാ. ഇത് ഞാൻ പറയും. താൻ പക്ഷെ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല. അവരൊക്കെ ഇങ്ങനെ വന്നു, അവരൊക്കെ ഈ കണ്ടന്റ് കൊണ്ട് ജീവിക്കുന്നു. താൻ എന്തുകൊണ്ടാ ജീവിക്കുന്നത്? അതും കൂടെ ഒന്ന് പറ. നാട്ടുകാരുടെ കണ്ണിൽ തനിക്ക് പൊടിയിട. യൂട്യൂബേഴ്സിന്റെ കണ്ണിൽ തനിക്ക് പരിപാടി നടക്കത്തില്ല കേട്ടാ. ഉള്ള കാര്യം പറയണോ? ഇല്ല ചുമ്മാ. താൻ ആദ്യമേ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. കാരണം അവൻ അങ്ങനത്തെ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. ആ ഒരു യൂട്യൂബർ നമുക്ക് മനസ്സിലാകും. നമുക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാ. ഇല്ലാന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഈ മൊത്തത്തിലുള്ള ഒരു ആട്ടുണ്ടല്ലോ, അതായത് ഇപ്പോഴാണ് അവൻ കണ്ടന്റ് ഇട്ട് കയറിയത്, മുമ്പ് അവന് റീച്ച്, ആ ഒരൊറ്റ സാധനം അവിടെ എനിക്ക് പൊളിഞ്ഞത്. എല്ലാരും മറ്റേ ഞാൻ ആദ്യമേ പറഞ്ഞാണൊക്കെ യൂട്യൂബ് തുടങ്ങിയ ഉടനെ തന്നെ അങ്ങ് പൊക്കി കയറി അങ്ങ് വരുമൊന്നുമില്ല. വളരെ കുറച്ചു പേരെ അങ്ങനെ കയറി വരുന്നത്. ബാക്കി എല്ലാരും കഷ്ടപ്പെട്ട് തന്നെ അണ്ണാ വരുന്നത് കേട്ടാ. താൻ കഷ്ടപ്പെടുന്നില്ലേ? ബാക്കിയുള്ളവരൊക്കെ അവന്റെ ഇങ്ങനെയുള്ള മുറ്റം പറ്റോണ്ടിരുന്നാലാണ് ലാത്ത് അണ്ണാക്കി കിട്ടുന്നത്. മനസ്സിലായ? ചിലവന്മാരുണ്ട് ഇങ്ങനെ ബാക്കി ജനങ്ങളെല്ലാം പുച്ഛിച്ച് ലാത്ത് നാട്ടുകാർ പൊങ്കാല ഇട്ടോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് സൂക്ഷിച്ചോ. എനിക്കും അത്രേ ഉള്ളു കേട്ടോ എന്നോട് പറയാൻ. ബാക്കി അണ്ണൻ്റെ ഇഷ്ടം. ഇനി അപ്പൊ നമുക്ക് റോബിന്റെ അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ചേട്ടനും പറയുന്ന സാൻഡ്രിയാക്സും പറയുന്ന ഒരു സാധനം, അതായത് ഒരു യൂട്യൂബർ, ആ യൂട്യൂബർ ആണ് പണി കൊടുത്തത് എന്ന് പറയുന്നു. അപ്പം ഇത് സംബന്ധമായിട്ട് നമ്മുടെ റോബിൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോബിന്റെ കൂടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഞാനവരുടെ പേര് മറന്നുപോയി, ആരവും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്താ നിങ്ങൾക്ക് അതല്ലേ മെയിൻ ആയിട്ട് അറിയേണ്ടത്? ഇവനെ വിട്ടേക്ക്, ഇവൻ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഒരുപാട് നാളിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷം ഇന്നൊരു വ്യക്തിയോട് സംസാരിച്ചു. ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആരവ് എന്നാണ് പേര്. സോ അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്ന 1 മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇതിന്റെ ഇടയിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മൾ ചെയ്ത തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പൊ ആരവിനെ എന്നെ അറിയുന്ന ബിഗ് ബോസിന് ശേഷമായിരിക്കും. എന്റെ കൂടെ ആദ്യം കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ബ്രദറിനെ പോലെയായിരുന്നു ആരവ്. അപ്പൊ ഈ ആരവ് എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പം ഇതില് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് ആരവ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. കാരണം വിവി വന്നിട്ട് ആരവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും, എന്റെ അടുത്ത് ആരവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പം ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് നമുക്ക് സമയം വേണം ഓരോ ആൾക്കാരെ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം. സോ ആരവ് ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴാണ് അവന്റെ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരവിനെ പറ്റി പറഞ്ഞതും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത്. സോ ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ആരവ് എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പൊ അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പുള്ളിക്കാരൻ പോയതാണ്. പക്ഷെ അപ്പോൾ ആ പേര് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച, പക്ഷെ അത് നമ്മുടെ റോബിൻ ചേട്ടൻ പേര് പറഞ്ഞു പണി തന്നത് ആരാണെന്ന്. അപ്പൊ ആരവിനെ റോബിൻ ചേട്ടനെ തമ്മി തല്ലിച്ചത് വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ വിവി എന്നാണ് റോബിൻ ചേട്ടൻ ഇപ്പോൾ പറയുന്നത്. അതുപോലെ റോബിൻ ചേട്ടൻ മാത്രമല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇപ്പം പുള്ളി അത്രയും ദിവസം ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരുപാട് ഫാൻസ് വരുന്ന എല്ലാവരെയും നമ്മൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചതാണ് ആ ഒരു കൂട്ടുകാരനെ. ആ കൂട്ടുകാരൻ പക്ഷെ നല്ല പണി കൊടുത്തു.
ഇനിയിപ്പോ ആരവ് എന്ന് പറയുന്ന ഒരാളുടെ ഓഡിയോ കൂടെ ഞാൻ കേൾപ്പിക്കാം. പക്ഷെ അതിനകത്ത് ആരവ് ചെയ്ത ഒരു പരിപാടിയുണ്ട്, അതിനെ പറ്റിയാണ് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വിഷയമായിട്ട് ഈ വിവി എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു 3-4 മിനിറ്റിന്റെ ഒരു വീഡിയോ നമ്മുടെ ഡോക്ടർ റോബിന്റെ ഇൻസ്റ്റയിൽ തന്നെ കിടപ്പുണ്ട്. അത് ഈ ആരവ് പറയുന്നതാണ്, അത് ഞാനിവിടെ വെക്കുന്നില്ല, അത് കുറച്ച് അധികമുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല അതിനകത്ത് പറയുന്നത്. ഈ വിവി എന്ന് പറയുന്ന ആള്, വിവിയുടെ പേരിലാണ് ഫസ്റ്റ് ഈ ആരവ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതാണിപ്പം ഈ ആരവ് പേര് മാറ്റിക്കൊണ്ട്, ആരവല്ല വിവി പേര് മാറ്റിക്കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ആരവിനെ പണ്ട് തൊട്ട് ഈ ഒരു ചാനലിന്റെ പേരിലും അതല്ലാതെ ഒരുപാട് തവണ ഈ വിവി എന്ന് പറയുന്ന കൂട്ടുകാരൻ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല പണി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് വിവിയുടേത് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് ഈ ഒരു കേസില് വിവി കുറെ ഇപ്പം വിവിയെ ഒതുക്കാൻ നോക്കുകയാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് അടിക്കുന്നുള്ളൂ. കാരണം വിവിയെ ഒതുക്കാൻ നോക്കുക. വിവി ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ എന്റെ സംശയങ്ങൾ ഇങ്ങനെയാണ്. റോബിൻ ഒരിക്കലും ഇത് ചെയ്യുന്നു എന്ന് ഞാൻ പറയത്തില്ല. റോബിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ റോബിൻ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഇതിനകത്ത് വേറെ കുറെ ആളുകൾ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ആരവിന്റെ ആ ഒരു വീഡിയോ, ഞാൻ പറഞ്ഞ വീഡിയോയിൽ ആരവ് പറയുന്നുണ്ട് ജാസ്മിന്റെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ജാസ്മിൻ ഇതുവരെയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുവരെയായിട്ടും ഒരു ഇന്റർവ്യൂവിന് പോലും വന്നിട്ടില്ല. ഇത്രയും ദിവസമായി വന്നിട്ട് എന്തുകൊണ്ട് വരുന്നില്ല? ഒരു പ്രോപ്പർ പ്ലാനിങ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ വിവി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ അവനിട്ടൊരു തട്ട് കൊടുത്ത് അവൻ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി കിടക്കുമ്പോൾ ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ ജാസ്മിനെ ഒരുപാട് ആൾക്കാർ തെറി പറയത്തില്ല. ആ ഒരു സാധനം വെച്ചിട്ടാണോ അങ്ങനെ ഒരു കളി എന്റെ പുറകെ നടക്കുന്നുണ്ടോ? എനിക്ക് നല്ലൊരു സംശയം അത്. കാരണം വിവി എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്ത് വിട്ട ഓഡിയോ ക്ലിപ്സ് നമ്മൾ കണ്ടതാണ്. ഓഡിയോ ക്ലിപ്സ് ഒരിക്കലും ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു പരിധി അല്ല, ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ പ്രൂഫ് ഒന്നും അല്ല. ആർക്ക് ഫേക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഓഡിയോ ക്ലിപ്പൊക്കെ. പക്ഷെ എന്നാലും വിട്ട ഓഡിയോ ക്ലിപ്പിനെ പറ്റി, അതായത് വിവി പുറത്ത് വിട്ടൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അതായത് അവിടെ നിന്നിരുന്ന ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാദറും പിന്നെ അവിടെ കയറിപ്പോയ ഒരു സുന്ദരന്റെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ ഒരു ഓഡിയോ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരാരും ഈ ഒരു ഓഡിയോ പറ്റി ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. മറ്റേ ഞാൻ പറഞ്ഞൊരു ചേട്ടൻ അകത്ത് പോയാലും ചേട്ടൻ ഇതുവരെയായിട്ട് ആ ഓഡിയോ ക്ലിപ്പിനെ പറ്റി ഒരിടത്തും സംസാരിച്ചിട്ടില്ല, മിണ്ടുന്നേ ഇല്ല. എന്തോ വന്നിട്ട് ഇനി പറയും ഞങ്ങൾ ഒരു സാധനം നിങ്ങൾ കേട്ടതായിരിക്കും, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ എന്തൊക്കെയോ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ദിവസം ഇതിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട്. ഇവനെ മനഃപൂർവ്വം എല്ലാവരും കൂടെ ചേർന്നൊരു പൂട്ടുന്നതാണോ വിവിയെ? വിവി ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്താണ് വേറെ ആരെ പറ്റി ഒന്നും ഇല്ലേ എന്ന് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോയ്ക്കൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഇട്ട ഈ ഒരു ഓഡിയോ, ആ ഒരു ഓഡിയോ എന്ന് പറയുന്നത് അതും വിവി തന്നെ വിളിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. വിവി വിളിച്ചാണ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് സംസാരിച്ചത്. അതൊക്കെ വിട്ടതിന് ശേഷം അതിനെപ്പറ്റി ഒന്നും ഇവരാരും സംസാരിച്ചിട്ടില്ല. ഇനി അതൊക്കെ തിരിച്ചു മറിച്ച് കളിക്കാൻ വേണ്ടിയാണോ ഇവരെ ഈ പൂട്ടുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. ഇനി ചിലപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഇവനെ എല്ലാവരും നാട്ടുകാരെല്ലാം തെറി പറയാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു മൂലയിൽ നിന്ന് ജാസ്മിൻ വരും ഇന്റർവ്യൂ കൊടുക്കാൻ. നിങ്ങൾ നോക്കിക്കോണം, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ മറ്റേ ആ അണ്ണൻ ഒരു നമ്മുടെ അളിഞ്ഞ വാഴ ഉണ്ടല്ലോ, ആ ഒരു വാഴ ചിലപ്പോൾ വരുമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇനിയൊരു കഥ പറഞ്ഞോണ്ട്. എനിക്ക് അങ്ങനെ ആ ഒരു ഡൗട്ട് എന്റെ തലയോട് നന്നായിട്ട് പോകുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ അങ്ങനെ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും അവരാരും സംസാരിക്കുന്ന, ആ ഓഡിയോ ക്ലിപ്പിനെ പറ്റി സംസാരിക്കുന്നില്ല. ആ ഒരു പ്രസ്തുത ആ ഒരു വുമൺ അവർ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇതിനൊക്കെ എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടോ ഇതിന്റെ ബാക്കില്? റോബിൻ പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോബിൻ അല്ല, പക്ഷെ റോബിന്റെ ഈ ഒരു കേസ് വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതും കൂടെ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. എന്തായാലും നമുക്ക് ഈ ആരവ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോകാം. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡോക്ടർ റോബിനെ പറ്റിയാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ഞാൻ സംസാരിക്കുന്നില്ല, അവരെ പറ്റി എനിക്ക് അറിയണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി ഞാനത് പറയാൻ പോയാൽ നമുക്ക് താല്പര്യമില്ല. ഇപ്പം ഒരു ചേച്ചി ഉണ്ടല്ലോ, ഏതൊരു സുന എന്ന് പറയുന്ന ഒരു ചേച്ചി മറ്റേ തെറി പറഞ്ഞ്, ഞാൻ അവരെ പറ്റി അധികം വീഡിയോ ചെയ്തിട്ടില്ല. കാരണം താല്പര്യമില്ല. ഒരു നമുക്ക് ഞാൻ നേരത്തെ ഒരു അകത്തോട്ട് പോയ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി ഒരു ആളെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു, മറ്റേ ഒരു വാഴ. അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് കാണുമ്പോഴത്തേക്ക് ഞാനിരുന്ന് റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ സാൻഡ് റിയാക്സ് എന്ന് പറഞ്ഞ ആള്, എനിക്ക് അയാളുടെ ഇൻസ്റ്റാ വീഡിയോസ് ആണ് എനിക്ക് ഇഷ്ടമായിരുന്നു. സോ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരുമ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയുള്ളവരാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ അത് അവർക്കൊരു വില കൊടുത്തോണ്ട് തന്നെയാണ്. പക്ഷെ തീരെ ഒരു മറ്റേ ഈ ഡസ്റ്റ്ബിന്നിൽ കിടക്കുന്ന, നമ്മൾ തിന്ന പഴത്തിന്റെ തൊലി ഡസ്റ്റ്ബിന്നിൽ കിടക്കുമെന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ ആ പഴത്തൊലി നോക്കാൻ പോകത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ളതിനോടൊന്നും എനിക്ക് റിയാക്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അത് വേറെ കാര്യം കേട്ടോ, എന്നോടൊന്നും തോന്നല്ലേ മക്കളെ. ഇനി അപ്പൊ എന്തായാലും നമുക്ക് ഈ ആരവ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങൾ, അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം.
അപ്പോൾ റോബിന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു ഛർദ്ദിക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടത്. ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള ഒരു കേസാണെങ്കിൽ കൂടി എൻ്റെ കയ്യിൽ റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ഛർദ്ദിക്കുന്ന വീഡിയോ ഏകദേശം 10-12 മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സാധനം എന്നെ കൊണ്ട് ഇടിപ്പിച്ചതും ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം ഇടണം, ഇത് ഇട്ട് നാട്ടുകാരറിയണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ഇടിപ്പിച്ച്, ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിലിട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ്, അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങളുള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും കരയിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിച്ച് എന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ഛർദ്ദിക്കുന്ന വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം റോബിൻ്റെ കരിയറിനെ നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ചെയ്തത് വിവിയുടെ ഒരു ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റോബിനെ ചാവി ഞാൻ എടുക്കും, അവൻ്റെ ഇത് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ന്യായമുണ്ട്, പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് റോബിനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു ഛർദ്ദിക്കുന്ന വീഡിയോ തന്നെ പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തു വിടാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതെന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അവൻ വീണ്ടും നോവിപ്പിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അത്രത്തോളം കുത്തി നോവിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ പ്രൈവറ്റിലിട്ട് വെച്ച കാര്യമാണ്. അത് വീണ്ടും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണ്. ഡോക്ടർ റോബിൻ ഒരുപാട് ആളുകളുടെ മനസ്സിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ ഒരു വ്യക്തിയെ. എനിക്ക് തോന്നുന്നു ഒരു 95% ആൾക്കാർക്ക് പുള്ളി ഇഷ്ടമായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ആ ഒരു സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക്. എന്നാൽ ആ ഒരു വ്യക്തിക്ക് ഒരു നെഗറ്റീവ് വന്നൊരു മെയിൻ ഒരു കാര്യമായിരുന്നു ഇത്. അതായത് ഈ വൊമിറ്റ് ചെയ്യുന്ന വീഡിയോ അത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി, അങ്ങനത്തെ കുറെ കഥകളൊക്കെ അന്നുണ്ടായിരുന്നു. എന്നാൽ അത് എടുത്തു വെച്ചിരുന്നു. ചിലപ്പം ഞാനത് ഒരു പരിധിയിൽ കൂടുതൽ പുള്ളിയെ സപ്പോർട്ടും ചിലപ്പോൾ എന്തെങ്കിലും കാണിക്കാം പോട്ടെ. പക്ഷെ എന്നാൽ അതായത് ഉണ്ടാക്കി വെച്ചു, അത് ഇനി എന്തെങ്കിലും പുറത്തിട്ട് കുറച്ച് റീച്ച് കയറ്റണം എന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി, ഞാൻ അറിയാത്തതിനെ പറ്റി സംസാരിക്കുന്നില്ല. എന്നാൽ ആ ഒരു സാധനം എടുത്ത് പുറത്തു വിടുന്നത് ഈ ആരവാണ്. അത് വിവി പറഞ്ഞിട്ട് അത് ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട് ആ പയ്യൻ. അപ്പോ ഡോക്ടറിനെ ഒരുപാട് പേര് അന്ന് വെറുക്കാൻ കാരണമായിരുന്ന സാധനം അത് ഫേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഇവര് തന്നെ പുറത്തു വിട്ടതാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ ഒരു അറിവിൽ ഇനി എന്തായാലും ഡോക്ടറിനുള്ള സപ്പോർട്ട് അങ്ങോട്ട് കത്തിക്കേറും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ ആ ഒരു സംസാരമാണെങ്കിലും പുള്ളി പല രീതിയിൽ പുള്ളി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് സീരിയസ്ലി എനിക്കത് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഇത്തവണ പോയ ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റ് അയാളുടെ മറ്റേ കാലിടറാൻ നേരത്തേക്ക് ഓടിച്ചെന്ന് കയറിയത് ഈ റോബിൻ അണ്ണന്റെ അടുക്കല. റോബിൻ അണ്ണൻ മറ്റേ ഒരുപാട് ഒന്ന് സേഫ് ആക്കാനോ പുള്ളി ഉള്ള കാര്യം മുഖത്ത് നോക്കി ആൾക്കാർ എല്ലാ മീഡിയയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സാധനം ഞാൻ കേട്ടു. ഞാൻ ഒരു പരിധിക്കുള്ളത് പറയുന്നില്ല, ഒരുപാടാവും, അത് ബോറാവും ഞാൻ അതിനെപ്പറ്റി ഇനി സംസാരിച്ചത്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ അത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇപ്പം പുള്ളിയുടെ ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പുള്ളിക്ക് അന്ന് ഒരു പണി കിട്ടി. പക്ഷെ പുള്ളിയുടെ സ്റ്റൈലിലായത് ശരിയുള്ളത് കൊണ്ടായിരിക്കും ഇപ്പൊ അത് വീണ്ടും തെളിഞ്ഞു വരുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള മറ്റേ നിങ്ങൾക്ക് ഇനിയും ഈ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇനിയും സംസാരിക്കുന്നുണ്ട്. അത് വെക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു മണിക്കൂറോളം എടുക്കും. അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട്, കാരണം ഓരോ പോയിന്റ് നമ്മൾ പിന്നെ കുത്തിക്കിരി നോക്കാൻ തുടങ്ങും. ഞാൻ അതുകൊണ്ട് അത് ഒരു പരിധിക്കുള്ളിൽ പറയുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഇനി ഇതിന്റെ കോൺട്രവേഴ്സികൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ ആ വീഡിയോ കൂടെ എടുത്ത് വെച്ച് തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി, ഇൻസ്റ്റയിൽ ഡോക്ടർ റോബിന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടത്. അതിനകത്ത് ഈ വിവിയെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. വിവിയെ പറ്റി എനിക്കും അത്ര, ഞാൻ പറഞ്ഞല്ലോ അത് നേരത്തെ മറ്റേ ചേട്ടൻ പറഞ്ഞ പോലൊക്കെ തന്നെ ഇവൻ എപ്പോഴും ഇത് തന്നെ ചെയ്ത് വേറെ ആൾക്കാരെ ഒന്നും ചെയ്യാതിരുന്നപ്പോഴേ ഒരു സംശയം നമുക്ക് തോന്നി, എന്തിനാണ് ഇങ്ങനെ ഇരുന്ന ആ ഒരു വ്യക്തിയെ മാത്രം. അപ്പൊ ഞാനിത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ അഫ്സലിന്റെ കേസ് വെച്ചിട്ട് അഫ്സലിന് വേണ്ടിയിട്ട് ഇവൻ തന്നെയാണ് ആ വ്യക്തിയുടെ പേര് കൊണ്ടിട്ട് പിന്നെ ഇട്ട് കീറിക്കൊണ്ടിരിക്കുന്നത്. അവൻ എന്റെ കൂട്ടുകാരനാണ്, ഇങ്ങനെ തന്നെയാണ് ഞാൻ ചോദിച്ചത്. കൂട്ടുകാരാണെങ്കിൽ എന്തിനാണ് ആ കൂട്ടുകാരനെ കൊണ്ട് വീണ്ടും ഇട്ടിനകത്ത് ഇങ്ങനെ പേര് നീ ആക്കിക്കൊണ്ടിരിക്കുന്നത്? കൊണ്ടുകൊണ്ട് അയാളുടെ പേര് തന്നെ നീ തന്നെ വീണ്ടും ഞാനിത് ഓൾറെഡി എന്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ആ ഒരു ഉടായ്പ ഇവിടെ പൊളിഞ്ഞു കിട്ടിയേ, തീർന്നേ. ഉടായ്പ കാണിക്കാതിരിക്കുക, നല്ല മുട്ട പണി കിട്ടുക. അതുപോലെ തന്നെ മറ്റേ ആ ചേട്ടനോട് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ ഒരു ചേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ,
ഒരു യൂട്യൂബ് ചാനൽ, ആ ചേട്ടനോടും ഈ മറ്റടുത്ത വർത്താനം നിർത്തണോ താനും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇപ്പൊ ചെയ്തിട്ട് ഒരു വീഡിയോ കയറിയ എങ്ങനെയാണെന്നൊക്കെ നോക്കുക. അതുപോലെ ഒന്ന് ആലോചിക്കുക, ഇത്രയും സബ്ബുണ്ട് എനിക്ക്, എന്നിട്ട് എന്താണ് എനിക്ക് റീച്ച് കയറാത്തത്, അതും കൂടെ ഒന്ന് ആലോചിക്കുക. മറ്റുള്ളവരെ മാത്രം കുത്താതെ അത് അവനെയാണ് നിങ്ങൾ പറഞ്ഞെങ്കിലും അവനെ പോലെ ഒരുപാട് അവന്റെ ആ ഒരു വൃത്തികേട് കാണിച്ചു വരുന്നില്ല, എന്നാൽ സർവൈവ് ചെയ്ത് കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അവർക്കൊക്കെ ഈ തുടങ്ങി ഉടനെ തന്നെ താൻ പറയുന്നവരൊക്കെ അല്ല കിട്ടുന്നത്. തനിക്കുണ്ടോ? ഇല്ല. അപ്പൊ മറ്റുള്ളവരെ ആ ഒരു വർത്താനം പറയരുത്, അത് വെറും ചേട്ടത്തരം. കേട്ടാ ചേട്ടാ? ഈ ചേട്ടൻ മറ്റേ ഈ ഒളിച്ചിരുന്നോണ്ടുള്ള ചേട്ടനെ മറ്റേ സർക്കാസ്റ്റിക് കുത്തലുണ്ടല്ലോ, നമ്മളും അതൊക്കെ തന്നെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങോട്ട് കാണിക്കുമ്പോ എനിക്കറിയാം, ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ ഏതെങ്കിലും അടുത്ത് തരും. എവിടെയെങ്കിലും എന്റെ ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി, കിട്ടും. ഉണ്ടോ? പക്ഷെ ചെറ്റത്തരം കാണിച്ച് ഞാനത് മേടിച്ചു എഴുതത്തില്ല. നല്ല എന്തെങ്കിലും കാര്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്ന നേരത്തെ എന്തെങ്കിലും ഒരു അബദ്ധം വന്ന് തന്നോട്ടെ, മേടിക്കാൻ ഞാൻ റെഡിയാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ കണ്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെ വേണം. അല്ലാതെ ഞാൻ ഫുള്ള് ശരി, ഞാൻ വന്ന വഴിയൊക്കെ പൊളി വഴി, ഇട്ട വീഡിയോ ഒക്കെ 100K, ഇപ്പൊ വരുന്നവന്മാരൊക്കെ അയ്യേ അവനൊന്നും ഇല്ല, അവൻ അതിനു വേണ്ടി വേറെ വീഡിയോ ഒക്കെ ചെയ്ത് വ്യൂസ് കൂട്ടുന്നു. ആ വർത്താനം നിർത്ത് കേട്ടോ അണ്ണ. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞതിനോട് നമ്മുടെ ഡോക്ടർ റോബിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ എന്തിനാ, എനിക്ക് ആ ഒരു വ്യക്തി അങ്ങനെ വലിയ ജെനുവിൻ ഗായ്, എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ അല്ല, ഇനി മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാണെങ്കിലും ഇട്ടോ, ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പുറത്തുള്ള മറ്റേ ബെല്ലൈക്കണും കൂടെ ഒന്ന് അങ്ങോട്ട് ഞെക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ.